കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ ഏറ്റവും ഭക്തിനിർഭരവും അതേസമയം വല്ലാത്തൊരു നിഗൂഢത നിറഞ്ഞതുമായ ഒരു ചടങ്ങാണ് മുത്തപ്പൻ വരവ്. പുരാണത്തിലെ ദക്ഷയാഗം മുടക്കാൻ വീരഭദ്രസ്വാമി തന്റെ ഭൂതഗണങ്ങളുമായി കോപത്തോടെ പാഞ്ഞെത്തിയ ആ പഴയ കഥയെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണിത്. കിഴക്കേനടയിലുള്ള കൊട്ടേരിക്കാവില് നിന്നാണ് മുത്തപ്പന്റെ ഈ വരവ് തുടങ്ങുന്നത്. ഇളനീരാട്ടനാളിലെ രാത്രിയിലാണ് ഈ പ്രത്യേക ചടങ്ങ് നടക്കുന്നത്. ഇതിനെ ദൈവം വരവ് എന്നും വിളിക്കാറുണ്ട്. രാത്രിയിലെ പാത്രംവിളി എന്ന ആചാരം കഴിഞ്ഞാലുടൻ പെരുവണ്ണാൻ സ്ഥാനികൻ കൊട്ടേരിക്കാവിലേക്ക് നടന്നു നീങ്ങും. കുറച്ചു സമയം കഴിയുമ്പോൾ പുറങ്കലയൻ സ്ഥാനികനും അവിടെയെത്തും. വല്ലാത്തൊരു നിശ്ശബ്ദതയാണ് ആ സമയത്തവിടെ. അവർ രണ്ടുപേരും പരസ്പരം ഒരു വാക്കുപോലും സംസാരിക്കാതെ പുറംതിരിഞ്ഞാണിരിക്കുക. അതിനിടയിൽ അന്തരീക്ഷത്തിൽ രാശിവിളി മുഴങ്ങും. അത് കേൾക്കുന്നതോടെ ഒറ്റപ്പിലാൻ സ്ഥാനീകൻ കൊട്ടേരിക്കാവിലെത്തി ഇവർ രണ്ടുപേർക്കും ദക്ഷിണ നൽകി വേഗം മടങ്ങും. അതിനുശേഷമാണ് പെരുവണ്ണാൻ സ്ഥാനികൻ പുറങ്കലയനെ ദൈവത്തിന്റെ കോലവും വേഷവും ധരിപ്പിക്കുന്നത്. വേഷം കെട്ടിക്കഴിഞ്ഞാൽ ദൈവം പാലക്കീഴ് എന്ന സ്ഥലത്തെത്തി കാത്തിരിപ്പാണ്. ഈ സമയത്ത് ഒറ്റപ്പിലാനും കൂട്ടരും അവിടെയെത്തി ദൈവത്തെ വണങ്ങും. പിന്നീട് എല്ലാവരും ഒരുമിച്ച് തിരുവഞ്ചിറയിലെ ബലിക്കല്ലിനടുത്തേക്ക് നീങ്ങും. ആ രാത്രിയിൽ തിരുവഞ്ചിറയ്ക്കു ചുറ്റും പന്തക്കിടാങ്ങൾ, വലിയ പന്തങ്ങൾ കത്തിച്ചുപിടിച്ച് നിൽപ്പുണ്ടാകും. ആളിപ്പടരുന്ന പന്തങ്ങളുടെ വെളിച്ചത്തിലൂടെ ദൈവം നടന്നുവരുമ്പോൾ ഇരുവശത്തുനിന്നും നമ്പീശൻ ദൈവത്തിന്റെ മേൽ അരി ചൊരിഞ്ഞുകൊടുക്കും. ആ നിമിഷമാണ് ഈ ചടങ്ങിന്റെ ഏറ്റവും വലിയ സവിശേഷത നടക്കുന്നത്. ഭണ്ഡാരറയിൽ നിന്ന് വാളശന്മാർ ചപ്പാരം, ഭഗവതിയുടെ വിശുദ്ധമായ വാളുകളുമായി പുറത്തേക്ക് വരും. അവർ ദൈവത്തിനു നേരെ ആ വാളുകൾ ഉയർത്തിക്കാണിക്കും. ആ വാളുകൾ കണ്ടയുടൻ തന്നെ ദൈവം ഭക്തിയോടെ വണങ്ങി വന്നതുപോലെ തന്നെ പെട്ടെന്ന് തിരിച്ചുപോവുകയും ചെയ്യും. കാട്ടിലെ ഇരുട്ടിൽ പന്തങ്ങളുടെ വെളിച്ചത്തിൽ നടക്കുന്ന ഈ ചടങ്ങ് കണ്ടുനിൽക്കുന്ന ഏതൊരാളിലും വല്ലാത്തൊരു ഭക്തിയും അത്ഭുതവും നിറയ്ക്കുന്ന ഒന്നാണ്.